ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എൻ്റെ കൂടെ ടോവിനോ. നമ്മുടെ 2 years ഒരു പെൺകുട്ടിയുടെ പിന്നാലെ നടന്നു. നമ്മളല്ല, ടോവിനോ നടന്നു. ഞാൻ ചോദിച്ചു, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. സുഹൃത്തുക്കൾ ആരും സഹായിച്ചില്ലേ? അയ്യോ, എപ്പോഴും സഹായിക്കുമായിരുന്നു. നല്ല ഹെൽപ്പായിരുന്നു. ഈ പെൺകുട്ടിയുടെ ഫ്രണ്ട്സ് അതെനിക്കറിയില്ല. സഹായിച്ചിട്ടുണ്ടായിരിക്കണം എന്നല്ല, ഇയാളെ സഹായിച്ചിട്ടുണ്ടോ? അതാ പറയുന്നത്. എന്നെ ഡയറക്ട്ലി സഹായിച്ചതായിട്ട് എന്റെ അറിവിലില്ല. പക്ഷെ അവര് എന്തൊക്കെയാണ് അന്ന് പറഞ്ഞിട്ടുള്ളത് എനിക്കറിയില്ല. നല്ലതായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കണം. കാരണം എന്നെ കുറിച്ച് നല്ലതേ പറയാനുണ്ടായിരുന്നു. അത് പാടില്ല. പക്ഷെ കണ്ടു കഴിഞ്ഞൊരു പാവാന്നാ തോന്നുന്നേ. പാവാണ്. പക്ഷെ അഭിനയിക്കാൻ എടുക്കരാന്ന സിനിമയിൽ തെളിയിച്ചല്ലോ. അപ്പൊ പിന്നെ ഈ കാണിക്കുന്നത് അഭിനയമാണോ? സിനിമയിൽ മാത്രമേ അഭിനയിക്കാറുള്ളൂ. റിയൽ ലൈഫിൽ ഞാൻ ഇപ്പോഴൊരു പാവാണത്. ഓക്കെ, അപ്പൊ നമ്മൾ 2 വർഷം നടന്ന സമയത്ത് ആരും പിടിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലൊന്നും ഇവന്റെ നടപ്പിലൊരു അപാകതയുണ്ടെന്ന് കണ്ടുപിടിച്ചില്ല. ഇല്ല, ഞാനങ്ങനെ എന്താ പറയാ, അങ്ങനെ നടപ്പിലൊന്നും പ്രണയമൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല. ഞാൻ ഈ റോട്ടിലൂടെ നടക്കുമ്പോൾ ഈ ഇലകളെയും കിളികളെയും പൂക്കളെയും തലോടി നടന്നിട്ടൊന്നുമില്ല. ചുറ്റും ഒരു മാന്ത്രികമായ ലോകമൊന്നും കണ്ടില്ല. അത് ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ ഒരു മാന്ത്രികമായ ലോകത്തിലൊന്നും അല്ലായിരുന്നു. ഞാൻ കുറച്ചും കൂടെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രണയത്തിനെ പറ്റിയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. യൂഷ്വലി ആ സമയത്ത് പ്രണയിക്കുമ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് പ്രണയിക്കാറുണ്ട്. ബിക്കോസ് ആ സമയത്താണ് ഒന്നെങ്കിൽ ഫേസ്ബുക്ക് പിടിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് പൊക്കുക, അങ്ങനെയൊക്കെ. ഫേസ്ബുക്ക് ഒന്നുമില്ല എന്റെ പൊന്നെ. ഇപ്പൊ ആളുകൾ വിചാരിക്കുന്നത് 10-35 വയസ്സായ പയ്യനാണ്. ഫേസ്ബുക്ക് തുടങ്ങിയിട്ട് എത്ര കാലമായി? ഞാൻ പഠിക്കുമ്പോൾ ഫേസ്ബുക്ക് ഒന്നുമില്ല. 2004, 2005. ശരിയാണല്ലോ. പിന്നെയാണ് ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അതിൽ മെമ്പർ അല്ലായിരുന്നു. ഇല്ല, പിന്നെയാണ് നമ്മളൊക്കെ അതിലോട്ട് പിന്നെ ഡീപ്പായിട്ട് ഇൻവോൾവ് ആയത് ഈ ഒരു 2010 അടുത്തോട്ട് വന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്നതാണെന്ന് തോന്നുന്നു. എനിക്ക് ഫേസ്ബുക്ക് ഒക്കെ ഓർക്കൂട്ടായിരുന്നു അതിന് മുമ്പ്. ഓക്കെ. അപ്പൊ സാധാരണ പൊക്കാറാ സമയത്തല്ലേ? നമ്മള് പൊക്കിയിട്ടില്ല. ഇല്ല, എന്നെ അപ്പോഴൊന്നും പൊക്കിയിട്ടില്ല. ഓക്കെ. ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിൽ ആ പൊക്കലിന്റെ കഥയാണ് ഇത് ചോദിക്കാൻ പോകുന്നത്. നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കണമെങ്കിൽ നമ്പർ 567678 ഫോമാറ്റ് ക്ലബ് FM സ്പേസ് LB സ്പേസ് നിങ്ങളുടെ ചോദ്യം. ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് ടോവിനോ. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. You're listening to Kerala's number 1 FM, Club FM. This is Love Bites with Reenu and Tovino. അപ്പോഴൊന്നും എന്നെ പൊക്കിയിട്ടില്ല. 2 വർഷം നടന്നപ്പോൾ പിന്നെ എന്താണ് വീട്ടിൽ പ്രണയം പൊക്കിയത്? വീട്ടില് എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴായിരുന്നു. എങ്ങനെയാണ് ആ മഹാസംഭവം ഉണ്ടായത്? ആരാണ് കണ്ടത്? ആരോ ഒറ്റി, അത്രേ എനിക്ക് അറിയുള്ളൂ. ഫ്രണ്ട്സ് ആണോ? അല്ല, ഫ്രണ്ട്സ് ഒന്നും. വീട്ടിൽ നിന്ന് തന്നെ. അല്ല, ഞാൻ കുറച്ച് ഇപ്പൊ ഇത്രയും നേരം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കുറച്ച് ഔട്ട് സ്പോക്കൺ ആണ്. എനിക്ക് സത്യം പറയുന്ന ഒരു ശീലമായി പോയി. അങ്ങനെ ഞാൻ ആരോടോ ഒരു സത്യം പറയുന്നത്. അപ്പൊ ആ ശീലം എന്നെ ചതിച്ചു. ഞാൻ ആരോടോ പറഞ്ഞ സത്യം ആ സത്യം അതേപോലെ തന്നെ എന്റെ വീട്ടിലറിയിച്ചു. എന്നിട്ട് ആരാണ് അറിഞ്ഞത് ആദ്യം? വീട്ടില് എന്റെ ഫാദർ അറിഞ്ഞു, മദർ അറിഞ്ഞു, എല്ലാവരും അറിഞ്ഞു. അതെ, പ്രത്യേകിച്ച് ആരെയും മാറ്റി നിർത്തേണ്ട വന്നില്ല. എന്നിട്ട് ആരായിരുന്നു ആദ്യം ചോദിച്ചത്? അത് അവര് എൻ്റെ അടുത്ത് എൻ്റെ അപ്പൻ തന്നെ ഡയറക്ട്ലി ചോദിക്കുകയായിരുന്നു. പക്ഷെ അതിലൊരു കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ചോദിച്ചു, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. അല്ലാതെ ഈ പൊട്ടിത്തെറിയൊന്നും ഉണ്ടായില്ല. എന്തിനാ പൊട്ടിത്തെറി? ചുമ്മെങ്കിലും ഒരു ജാടയ്ക്ക് പൊട്ടിത്തെറിക്കണ്ടേ? അതിന് എന്നെ തീവ്രവാദ കേസിലല്ലേ പിടിച്ചത്? പ്രേമിച്ചതിനാണ്. ഈ പ്രേമിച്ചതിന് പിടിക്കുമ്പോഴും സാധാരണ വീടുകളിൽ ഇങ്ങനെ അതൊന്നും ഉണ്ടായില്ല അല്ലേ? ചെറിയ രീതിയിലുള്ള പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ലായിരുന്നു. തയ്യാറായിരുന്നു എന്ന് പറഞ്ഞാൽ തയ്യാറല്ലായിരുന്നു. പക്ഷെ പിന്നെ തയ്യാറാവേണ്ടി വന്നു. എനിക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റി. നമ്മുടെ നാക്ക് നമ്മൾ പ്രയോഗിച്ചു സത്യം മാത്രം പറയുന്ന സമയത്ത്. അത് അവർക്കും അറിയാമായിരുന്നു ഞാൻ സത്യം മാത്രം പറയുന്ന ഒരാളാണെന്ന്. അച്ഛനും അമ്മയ്ക്കാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയാം. ഇതിപ്പോ ഒരു വീട്ടിൽ പറഞ്ഞ കാര്യം മറ്റേ വീട്ടിൽ അറിഞ്ഞ് കാണണമല്ലോ. ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിൽ റീനു ഈസ് ഗോയിങ് ടു ആസ്ക് ദാറ്റ്. സ്റ്റേ ട്യൂൺഡ്. കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എൻ്റെ കൂടെ ടോവിനോ. ABCDയിലെ യങ് പൊളിറ്റീഷ്യനാണ് കൂടെ ഇരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിൽ പിന്നെ പൊട്ടിത്തെറിയൊന്നും ഉണ്ടായില്ല, നമ്മൾ കൺവിൻസ് ചെയ്തു. പെൺകുട്ടികളുടെ വീട്ടിൽ പ്രണയം പിടിക്കുമ്പോൾ ഭയങ്കര രസമാണ്. എൻ്റെ വീട്ടിലൊക്കെ എന്തായിരുന്നു എന്നറിയാമോ? അവിടുത്തെ പൊട്ടിത്തെറിയെ പറ്റി ഞാൻ കാര്യമായിട്ട് അന്വേഷിക്കാറില്ല. അന്വേഷിച്ച് വെറുതെ ടെൻഷൻ അടിക്കുന്നതിനും എൻ്റെ വീട്ടിലെ പൊട്ടിത്തെറികൾ ഞാൻ ഹാൻഡിൽ ചെയ്തു. അതെ, അവിടത്തെ നമ്മൾ ചോദിച്ചു പോലും ടെൻഷൻ അടിച്ചില്ല. ഇല്ല, ചോദിക്കാറുണ്ട്, ടെൻഷൻ അടിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകും. കാരണം
കുറച്ച് വർഷങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ വീട്ടുകാർക്കും കൺവിൻസ്ഡ് ആവുമല്ലോ. ഈ യൂഷ്വലി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത് ഒന്നെങ്കിൽ അതൊരു ഇന്റർകാസ്റ്റ് ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അച്ഛനും അമ്മയ്ക്കും ചെറിയൊരു ഈഗോ കയറി വരും. അങ്ങനെ റിലേഷൻഷിപ്സിൽ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. നമ്മൾ പറയുന്ന പ്രണയത്തിൽ ശരിക്കും തടസ്സങ്ങൾ വരാറില്ല, വരും, പക്ഷെ നമ്മൾ അതിനെയൊക്കെ ഓവർകം ചെയ്യണം. ബട്ട് ആക്ച്വലി എല്ലാ ലവേഴ്സിനും ഈ ധൈര്യമൊക്കെ ഉണ്ടാവുമോ ഈ കൺവിൻസ് ചെയ്യാനും ഓവർകം ചെയ്യാനും ഒക്കെ? ധൈര്യം ഉണ്ടാവണം എന്നാണ് ഞാൻ പറയുന്നത്. എന്റെ പിന്നെ അങ്ങനെ ധൈര്യത്തിനൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല, വെൽ പ്ലാൻഡ് ആയിരുന്നു. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ടാണ് സത്യം പുറത്തു വന്നത്. എനിക്ക് പ്രേമിച്ച് തന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വീട്ടിലറിയാമായിരുന്നു അത്? ഇപ്പൊ അറിയാം. പണ്ട് ചെറുതായിരുന്നപ്പോ വീട്ടിൽ നിന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ലേ? കണ്ട പെൺപിള്ളേരൊന്നും കയറി പ്രേമിച്ച് ചുമ്മാ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ? ഇല്ല, എന്റെ വീട്ടിലെന്തോ അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ലേ? അന്നേ അവർക്കറിയായിരുന്നു. അല്ല, അവർ വിചാരിച്ച് ഞാൻ അങ്ങനെയൊന്നും വിശ്വാസം കൂടുതലായിരുന്നു. ഓക്കെ, ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഏതാനും ചില ചോദ്യങ്ങൾ മാത്രം ബാക്കി നിർത്തിക്കൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവാണ്. സ്റ്റേ ട്യൂൺ ചെയ്തിരിക്കുന്ന ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്, പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരം. കൂടെ റീനു ആൻഡ് ടൊവിനോ. കണ്ടാൽ തന്നെ ടൊവിനോയ്ക്ക് ഒരു കാമുകൻ്റെ ലുക്കുണ്ട്. അതിൽ അഭിനയിക്കാൻ പറ്റുന്നില്ല. ആ ഒരു ലുക്ക് മൊത്തം തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. എത്ര തവണ ഒരു ദിവസം വഴക്കുണ്ടാക്കാറുണ്ട് പറ? അയ്യോ, അങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല. പാവാണ്. വഴക്കുകളൊക്കെ എന്ന് വെച്ചാൽ വല്ലപ്പോഴും ഉണ്ടാവുന്ന, എപ്പോഴും വഴക്ക് കൂടി കഴിഞ്ഞാൽ ബോറടിക്കൂലേ? ഓ ശരി, ഞാൻ അങ്ങനെ ഈ മരം ചുറ്റി പ്രേമോ ദിവസവും മൊബൈലിൽ വിളിച്ച് സംസാരിച്ചിരിക്കുന്ന അങ്ങനത്തെ പ്രേമൊന്നുമല്ല. ബട്ട് ആക്ച്വലി ഞാൻ ചോദിക്കട്ടെ, പ്രണയത്തിലാകുമ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും ടച്ചിലിരിക്കുക, കോൺടാക്ട് അങ്ങനെയൊക്കെ വേണ്ടേ? അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കാലത്തൊക്കെ. പിന്നെ ഉണ്ടായിരുന്നു, മൊബൈൽ വന്നപ്പോൾ തൊട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വീട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പും നല്ല പ്രണയങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രണയം നമുക്ക് അത്രയും അറിയില്ല, കേട്ടറിവ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ കേട്ടതിൽ ഏറ്റവും നല്ല പ്രണയങ്ങൾ ആ കാലഘട്ടത്തിലായിരുന്നു. കേട്ടിട്ടുള്ള ഒരു പ്രണയം പറഞ്ഞു ആ കാലഘട്ടത്തില്? ബാല്യകാലസഖി. ഓ അങ്ങനെ അല്ലല്ല, ഞാൻ കേട്ടിട്ടുള്ള പ്രണയങ്ങളിൽ ഏറ്റവും നല്ല പ്രണയങ്ങൾ അന്നത്തേക്കായിരുന്നു. ഒരുപക്ഷെ ഞാനൊരു പഴയ ആളായിരിക്കാം, അതുകൊണ്ടായിരിക്കാം എനിക്ക് മൊബൈലിൽ ഒരുപാട് നേരം സംസാരിച്ചിരിക്കുന്നതും അങ്ങനെയുള്ള ചാറ്റിങ്ങും അങ്ങനത്തെ രീതിയിലുള്ള പ്രണയത്തോടെ എനിക്ക് താല്പര്യമില്ല. അതുമാത്രമല്ല, അങ്ങനെ ചെയ്യാത്തത് വളരെ നല്ലതാണ്. അങ്ങനെ ചെയ്ത് വീട്ടിൽ നിന്ന് പിടിച്ച് എന്തോ ഒരു കുട്ടികളെ അറിയാമെന്നറിയാം. ഇപ്പൊ തന്നെ ഒരു കുട്ടീനോട് കണ്ടില്ലേ, വീട്ടിൽ നിന്നൊക്കെ പൊക്കിയപ്പോ ഉണ്ടല്ലോ, ഒന്നും പറയാനുണ്ടായില്ല, എല്ലാം കേട്ടിട്ടല്ലേ പിടിക്കുന്നത്. എൻ്റെ അനിയനാണ് ഇതിനൊക്കെ വഴി വെച്ചത്. പാവം, ഞാൻ ഒന്നും പറയുന്നില്ല. ബട്ട് ഇറ്റ്സ് ടൈം ഫോർ us to sign off. ഇനിയും ഒരിക്കൽ തിരിച്ചു വിളിക്കാൻ സാഹചര്യം ഉണ്ടാവട്ടെ. ഇതുവരെ വിളിച്ചിട്ടില്ല കേട്ടോ, ചിലപ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് we both are signing off. Keep loving and stay addicted to Love Bites and Club FM. Good night. Take care.